ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. അതിതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്ത് ഇടാനായിട്ട് ഞാനൊരു 6 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നീട് ഇതാ ഒരു പാത്രം വെച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്തു കുറഞ്ഞ അളവിൽ വെള്ളവും വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടതല്ലേ, എല്ലാ ഭാഗത്തൊന്നും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വെള്ളം നിങ്ങൾ ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ബീട്രൂട്ടിന് പൊതുവേ വേവ് കുറവാണ്. അപ്പോൾ ഇതാ ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ ബീട്രൂട്ട് ഒന്ന് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം നമുക്ക്. അപ്പോൾ അരപ്പിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസുള്ള ഒരു തേങ്ങേൻ്റെ ഹാഫ്. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഒന്ന് നന്നായി അരഞ്ഞതിന് ശേഷം കുറച്ച് കടുകും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിനകത്തോട്ട് ആഡ് ചെയ്യുക. അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ ഉണ്ടോയെന്ന് നോക്കി, നിങ്ങൾക്ക് അത്യാവശ്യം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് പച്ചടിക്കകത്ത് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒത്തിരി ലൂസായിട്ടിരിക്കുന്നൊരു സാധനമല്ല പച്ചടി എന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒത്തിരി തിളച്ചങ്ങ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു തിളയൊക്കെ വന്നാൽ മതി. അതായത് തേങ്ങയുടെയും കടുകിൻ്റെയൊക്കെ ഒരു പച്ച മണം അങ്ങ് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ അരപ്പൊക്കെ ആഡ് ചെയ്തതിന് ശേഷം പച്ചടിക്കകത്ത് ഉപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ കുറച്ച് സമയം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഒന്ന് തിള വരുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അതിന് ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കാൻ വിട്ടില്ല. അപ്പം നമ്മുടെ പച്ചടി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് വെക്കുക കുറച്ച് നേരം. ഇത് നന്നായിട്ട് തടിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടോടെ ആഡ് ചെയ്യുന്ന സമയത്ത് തൈര് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ കാണാനും രസം ഉണ്ടായിരിക്കത്തില്ല, കഴിക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. തൈര് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതും തൈരും ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെയും ചെറിയൊരു ചൂട് കാണുമല്ലോ, അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തൈര് ആഡ് ചെയ്തതിന് ശേഷവും നമ്മൾ ഇതുപോലെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടേണ്ടതാണ്. ഇപ്പം നമ്മുടെ പച്ചടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് നമ്മുടെ പച്ചടി എന്ന് പറയുന്നത്. ഇപ്പം ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നവർ ചിലർ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പച്ചടി ഉണ്ടാക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് ഒരു അടിപൊളി വറവ് അങ്ങോട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുക് അതിനകത്തോട്ടിട്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വറവിടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കടുകൊന്ന് നന്നായി പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതാ നമ്മുടെ പച്ചടിക്കകത്തോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാൻ നേരത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കും. ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.